ഗുഡ് മോർണിംഗ് ഗൈസ്. ഇന്ന് കാലത്ത് ഇപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളെ കുറച്ച് സംഭവങ്ങൾ ഞാൻ കാണിച്ചു തരാം എന്നുള്ളത്. ഇതിൻ്റെ കംപ്ലീറ്റ് ക്രെഡിറ്റും അമ്മയ്ക്കാണ് കേട്ടോ, എനിക്കല്ല. ഞാനത് പോയി ഞം അടിക്കും എന്നുള്ളൊരു സംഭവം മാത്രമേ ഉള്ളൂ. ഞാൻ പോയി നൈസായിട്ട് അത് പൊട്ടിച്ച് ഞം അടിക്കും. ഓക്കെ, അപ്പം എന്താണ് ഇവിടുത്തെ മേൽഭാഗം, ഇവിടുത്തെ അമ്മയുടെ കൃഷി സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ. ഓ, നല്ല വെയിലാണല്ലോ. ഏകദേശം ഇത് കണ്ടോ, ഇതാണ് ഇവിടെ അത്യാവശ്യം നല്ല രീതിയിലുള്ള കൃഷിയും സംഭവങ്ങളൊക്കെ അമ്മയ്ക്ക് ഉണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുക്കളയിലത്തെ പരിപാടി കഴിഞ്ഞാൽ പിന്നെ അമ്മ ഇവിടെയാണ്, നമ്മുടെ ഈവനിങ് ടൈം ഫുള്ള് സ്പെൻഡ് ചെയ്യുന്ന ഇവിടെയാണ്. ഇതാ പയറൊക്കെ ഉണ്ട് ഇവിടെ, ഇതാ കണ്ടോ പയറുണ്ട്. അതേപോലെ ഒരു ഏരിയ ഫുള്ള് ഓൾമോസ്റ്റ് ഈ പറഞ്ഞ മാതിരി മുളകും സംഭവങ്ങളൊക്കെയാണതേ. കാന്താരി മുളകുണ്ട് കണ്ടോ. തക്കാളി നല്ല ഫ്രഷാട്ടോ ഈ സംഭവം. ഇത് പഴുത്തിട്ട് ഒരു ഇളം പഴുപ്പൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് കഴിക്കാം. അപ്പോൾ നല്ല ക്രഞ്ചി ഫീലായിരിക്കും. നമ്മുടെ മറ്റേ സംഭവങ്ങളോ അങ്ങനെയൊന്നുമില്ല, നല്ല ഫ്രഷാണ്. കണ്ടോ ചില്ലി കുറേ ഉണ്ട് കേട്ടോ ഇവിടെ. ഇത് സത്യം പറഞ്ഞാൽ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന പോലെയല്ല, ഇതിന് നല്ല ചൊടിയാണ്, നല്ല എരിവായി സംഭവത്തിന്. 1 or 2 അങ്ങനെ ഇട്ടാൽ മതി, എരിഞ്ഞ് നമ്മുടെ എൻ്റെ മോണ്ടകടാഹം കീറും. ക്യാപ്സിക്കം ഉണ്ട്. പിന്നെ ഇത് മച്ചന്മാരെ, ഇത് എനിക്ക് തോന്നണു ദൈവമേ കോളിഫ്ലവർ ആണെന്ന് തോന്നുന്നു. ഇപ്പം മനസ്സിലായില്ലേ എനിക്ക് ഇതായിട്ടൊരു ബന്ധമില്ല എന്നുള്ളത്. ആൻഡ് ഗ്രീൻ ബ്രിഞ്ചോൾ ഉണ്ട്. വഴുതനങ്ങ ഇവിടെ ഫുൾ സെറ്റ് ഓഫ് വഴുതനങ്ങ സംഭവങ്ങളാണ്. ആൻഡ് എൻ്റെ ഫേവറേറ്റ് സംഭവമാണ് ഗൈസ്, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. കണ്ടു, കുക്കുംബർ. വണ്ടിക്കാരൻ ചേട്ടൻ പോട്ടെ. കുക്കുംബർ ഇത് 2-3 ഉണ്ടായിട്ടുണ്ട്. നല്ല ഫ്രഷാണ്. കാരണം ഇവിടെ വൈകിട്ട് കുക്കുംബർ സാലഡിനൊക്കെ ഇതെടുക്കാറുണ്ട്. നല്ല ഫ്രഷ് ആയിട്ടുള്ള സംഭവം, നല്ല ക്രഞ്ചി ഫീലാണ്. പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ ഉള്ള നമുക്കറിയാം ഒരു വാടിയ സംഭവമൊക്കെ ഉണ്ടാവും. ഒരു സുഖം ഉണ്ടാവില്ല. പിന്നെ അത് മാത്രമല്ല, അറിയാമല്ലോ ഇവർ യൂസ് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ എക്സ്ട്രാ വേറെ ആയിരിക്കും. ഇവിടെ അമ്മ ചാണകപ്പൊടിയും ഗോമൂത്രവും സംഭവങ്ങളൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെതായ ഒരു ഫ്രഷ്നസ് ഉണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ അമ്മയുടെ ചെറിയൊരു പച്ചക്കറി തോട്ടം. അപ്പോൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട് അമ്മ ഇതിലെന്തൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളതിൻ്റെ ഒരു ഫുൾ വീഡിയോ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളോട് പറയാനുള്ളത്, വീട്ടിൽ ചെറിയൊരു ചീരത്തൈ ആണെങ്കിലും ചെറിയൊരു മുളകിൻ്റെ ആണെങ്കിലും എന്താണെങ്കിലും ഒരു കൃഷി സംഭവം തുടങ്ങുന്നത് നല്ലതാണ്. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായി അത് പൊട്ടിച്ച് അതിൻ്റെ കറി വെച്ച് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മനസ്സുഖം നമ്മുടെ ഹോമിൽ പറയുന്ന മാതിരി ഒരു പ്രസവിച്ച സുഖം. അത്. See you soon on my next video. Goodbye.